നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LPG ക്ഷാമം വളരെ രൂക്ഷമായിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകളാണ് എന്നെ വാട്സപ്പിൽ കൂടിയും അല്ലാതെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. അതായത് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്ന് ചോദിച്ച്. അപ്പം LPG ക്ഷാമം ഉണ്ടായതിൻ്റെ കാരണം നിങ്ങൾക്കറിയാം, യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഇനി എന്ത്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ ഒരു പ്രശ്നം എത്ര നാൾ തുടരുമെന്നോ ഇത് എപ്പോൾ തീരുമെന്നോ ഒന്നും ഉള്ളതിനെപ്പറ്റി നമുക്കൊരു ഉറപ്പുമില്ല. ഇപ്പം നമുക്ക് 2 കപ്പലുകൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ളൊരു ആശ്വാസമൊക്കെ താൽക്കാലികമായിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ 2 കപ്പലെന്നൊക്കെ പറഞ്ഞ് 1-2 ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള LPG അതിനകത്ത് നമുക്ക് ലഭിക്കുകയുള്ളൂ. കപ്പലെ വരുന്ന സാധനമൊന്നും നമ്മൾ സപ്ലൈ ചെയ്താലൊന്നും എങ്ങും എത്തില്ലാത്ത ഒരു സാഹചര്യമാണ് ശരിക്കും ഉള്ളത്. അപ്പോൾ ഗവൺമെൻറ്റിന് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഗവൺമെൻറ് ചെയ്തു തരും എന്ന് നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഈ ഒരു ക്ഷാമം ഇങ്ങനെ തന്നെ തുടരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലുണ്ട്. കാരണം ഇത് ഈ യുദ്ധം തീർന്നാൽ മാത്രമേ ഇത് പ്രശ്നം പരിഹരിക്കപ്പെടുകയുള്ളൂ. പെട്ടെന്നൊന്നും യുദ്ധം തീരുമെന്ന് തോന്നുന്നില്ല. കുറച്ചുകൂടി നീണ്ടുപോകുന്ന ഒരു സാഹചര്യമൊക്കെയാണ് ഇപ്പോൾ കാണുന്നത്. എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നു കിട്ടുവാണെങ്കിൽ നമുക്ക് ഉപകാരമായിരുന്നു. അപ്പോൾ അതിന് ഒരു ബദൽ മാർഗ്ഗമായിട്ട് നമുക്ക് സ്വീകരിക്കാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ തന്നെ നമുക്കിപ്പം വിറകടുപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, ഇതൊക്കെ ഇപ്പം ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വിറകും കാര്യങ്ങളൊക്കെ കിട്ടാനുള്ളൂ. പിന്നെ മണ്ണെണ്ണ ഉപയോഗിക്കാം, മണ്ണെണ്ണ സ്റ്റൗ, ഇതൊക്കെ ഇത് നമുക്ക് മണ്ണെണ്ണ ഒന്നും ഇപ്പോൾ നമുക്ക് കിട്ടാൻ പോലില്ല. ഞാനാണെങ്കിൽ ഒരു അത്യാവശ്യത്തിന് ഈ കഴിഞ്ഞ ദിവസം ഒരല്പം മണ്ണെണ്ണയ്ക്ക് വേണ്ടി നോക്കിയിട്ട് റേഷൻ കടകളിലൊന്നും മണ്ണെണ്ണ ഇല്ല. ഇപ്പം പമ്പുകൾ കിട്ടുമെന്ന് പറഞ്ഞാൽ ഞാൻ തൊടുപുഴയിലൊക്കെ പല പമ്പുകളിലും കയറി നോക്കി, പക്ഷേ ഒരൊറ്റ പമ്പിനകത്തും ഈ മണ്ണെണ്ണ കിട്ടുന്നില്ല. അപ്പോൾ ഈ തൊടുപുഴ ഭാഗത്തൊക്കെ എവിടെയെങ്കിലും മണ്ണെണ്ണ കിട്ടുന്ന സ്ഥലമുണ്ട് ഒന്ന് പറയുവാണെങ്കിൽ നമുക്ക് ഉപകാരമായിരുന്നു വാങ്ങിക്കാനായിട്ട് കേട്ടോ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ന്യൂസിനകത്ത് കണ്ടിട്ടുണ്ടാകും റോക്കറ്റ് സ്റ്റൗ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഈ റോക്കറ്റ് സ്റ്റൗ ആണെങ്കിലും എന്ത് സ്റ്റൗ ആണെങ്കിലും ഇത് വിറകിട്ട് കത്തിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പുകയും കാര്യങ്ങളൊക്കെ വരും. ഒന്ന്, രണ്ടാമത് ഇത് എല്ലാവർക്കും ഉപയോഗിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. ഈ പുകയൊക്കെ ഉള്ളപ്പം, പൊല്യൂഷനും കാര്യങ്ങളുള്ളപ്പം. അതുകൊണ്ട് തന്നെയാണ് ഈ ഹോട്ടലൊക്കെ ഒന്ന് ഉപയോഗിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപൂർവം ചില ഹോട്ടലുകൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള സ്റ്റൗ ഉപയോഗിക്കാനായിട്ട് പറ്റത്തുള്ളൂ, വിറക് അടുപ്പ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പറ്റത്തുള്ളൂ. മാത്രമല്ല ഈ സാധനം കിട്ടാനില്ല. 35,000-40,000 രൂപ വിലയാണ് ഒരു സ്റ്റൗവിന്. മാത്രമല്ല ഇതിപ്പം ഹോട്ടലുകാരൊന്നും ചെന്ന് കിട്ടാനില്ല സാധനം. അതിങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സംഭവം അല്ലല്ലോ. ഇങ്ങനെ വലിയൊരു ഓർഡർ വരുമെന്നുള്ള കാര്യം ഈ സ്റ്റൗ ഉണ്ടാക്കുന്ന നിർമ്മാതാക്കൾക്കൊട്ട് അറിയത്തുമില്ല. അതുകൊണ്ട് ആ സാധനമാണെങ്കിലും അധികം കിട്ടാനായിട്ടുമില്ല. അപ്പോൾ ഗ്രാമപ്രദേശങ്ങളിലുള്ളവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വിറകുണ്ടെങ്കിൽ നിങ്ങൾ വിറക് മാക്സിമം കത്തിക്കുക, മറ്റുള്ളവർക്കൊരു ഉപകാരമാകും കേട്ടോ. അതുപോലെ നമ്മളിപ്പം ഫ്ലാറ്റുകളിലൊക്കെ, ഇപ്പോൾ ടൗണിലൊക്കെയുള്ള ഫ്ലാറ്റുകളിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ അവിടെ ഒന്നും ഒരു തരത്തിലും നമുക്ക് ഇങ്ങനെയുള്ള റോക്കറ്റ് സ്റ്റൗവോ വിറകോ ഇങ്ങനെയുള്ള സംഭവങ്ങളെപ്പറ്റി ഒന്നും ചിന്തിക്കാനേ അവർക്ക് പറ്റത്തില്ല. കാരണം അതുപോലെ അടുത്തടുത്തടുത്ത് റൂമുകളാണ്. അവരെ അങ്ങനെയുള്ളവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന ഒരു കാര്യം നമുക്ക് കറണ്ട് തന്നെയാണ് നമുക്ക് ആശ്രയിക്കാവുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാസ് തീർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ തന്നെയാണ് ഫസ്റ്റിലെ വരുന്നൊരു ഓപ്ഷൻ. പിന്നെ നമുക്ക് വെള്ളം ചൂടാക്കാനായിട്ട് കെറ്റിൽ ഉപയോഗിക്കാം. അതേപോലെ തന്നെ ഇലക്ട്രിക് റൈസ് കുക്കറുകൾ, അതൊക്കെ ആണെങ്കിൽ ചെറിയ വാട്ടേ എടുക്കുകയുള്ളൂ. നമുക്കൊരു 700 വാട്ട് 800 വാട്ടൊക്കെ ഉപയോഗിക്കുന്ന റൈസ് കുക്കറുകളുണ്ട്. അതിനകത്ത് കുറച്ച് കൂടുതൽ സമയമായിരിക്കും. എങ്കിലും നമുക്ക് ചെറിയൊരു കുടുംബത്തിനാണെങ്കിൽ ചോറ് വേവിക്കാനായിട്ടൊക്കെ അതിനകത്ത് ഇടുവാണെങ്കിൽ ചോറൊക്കെ നല്ല ഭംഗിയായിട്ട് വെന്ത് അത് വെള്ളം വറ്റുന്ന ആ ഒരു സാഹചര്യം ഓട്ടോമാറ്റിക് സംവിധാനത്തിൽ അത് ഓഫായി കിടക്കും. അതൊക്കെ നല്ല ഒരു ഓപ്ഷനാണ് റൈസ് കുക്കർ. അപ്പോൾ നമുക്ക് കറണ്ട് ഉണ്ടെങ്കിൽ KSEB ലൈന് നമുക്ക് നിൽക്കുന്നുണ്ടെന്ന് വരികിൽ ഇൻഡക്ഷൻ കുക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പമില്ല, നമുക്ക് പിടിച്ച് നിൽക്കാം എത്ര വലിയ പ്രശ്നം വന്നു കഴിഞ്ഞാലും. അതായത് ഇപ്പം നമുക്ക് അതിനകത്ത് ഇരുമ്പ് പാത്രങ്ങൾ, അങ്ങനെ സ്റ്റീൽ പാത്രം മാത്രമേ വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മീൻ വറക്കാനൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എന്ത് സംഭവം കഞ്ഞി വെക്കാനാണെങ്കിലും ഒക്കെ നമുക്ക് സ്റ്റീലിൻ്റെ പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കും. കാരണം നമുക്ക് ഒരു അടിയന്തര സാഹചര്യം വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മളിത് ചെയ്യും. എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ഈ ഇൻഡക്ഷൻ കുക്കർ ചെയ്യാനായിട്ട് പറ്റും. എല്ലാം നമുക്ക് ഇൻഡക്ഷൻ കുക്കർ മാത്രം, ഒരു ഇൻഡക്ഷൻ കുക്കർ മാത്രം ഉള്ളെങ്കിലും നമുക്ക് 1 വർഷം ജീവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇതെല്ലാം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈസി ആയിട്ടും പറ്റും. അതുപോലെ നമുക്ക് ഇൻഫ്രാറെഡ് ഹീറ്ററുകൾ മേടിക്കാനായിട്ട് കിട്ടും, റൈസ് കുക്കറുകൾ മേടിക്കാനായിട്ട് കിട്ടും. ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു തരത്തിലും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഗ്യാസ് ഇല്ലെങ്കിൽ നമുക്ക് കറണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. കണ്ടമാനം ഇൻഡക്ഷൻ കുക്കറൊക്കെ ഈ ഒരു സാഹചര്യത്തിൽ ഉപയോഗിക്കുമ്പോൾ KSEBയുടെ യൂണിറ്റ് നല്ല രീതിയിൽ കയറാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ എനിക്ക് പറയാനായിട്ടുള്ളത് KSEBയോടും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനോടും എനിക്ക് പറയാനായിട്ടുള്ളത് ഈ ഒരു പ്രത്യേക സാഹചര്യം മുന്നിൽ കണ്ടുകൊണ്ട് ഈ ഫിക്സഡ് ചാർജ് വർധനവ്, താരിഫ്, അതുപോലെ തന്നെ ഡിപ്പോസിറ്റ് കൂട്ടൽ, അങ്ങനെയുള്ള കലാപരിപാടികൾ ഈ ഒരു സാഹചര്യത്തിന് ഒന്ന് നിർത്തിവെക്കണം. അതായത് ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ആളുകൾ ഈ ഇൻഡക്ഷൻ കുക്കർ ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് വലിയ തോതിലുള്ളൊരു കറണ്ട് ഉപയോഗം ഉണ്ടാകാനായിട്ടൊരു സാധ്യതയുണ്ട്. ദയവായിട്ട് ഇതിൽ നിന്നും ഗവൺമെൻറ് പിന്മാറണം, KSEB പിന്മാറണം. ഈ ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് KSEBയോടും ഗവൺമെൻറ്റിനോടും ഈ ഒരു സാഹചര്യത്തിൽ അപേക്ഷിക്കാനായിട്ടുള്ളത്. യുദ്ധം ഫുള്ളായിട്ട് തീർന്ന് എല്ലാം സുഗമമായിട്ട് ചാലൊക്കെ ആയെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് സാധാരണ രീതിയിൽ LPG നമുക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതയുള്ളൂ. ഇപ്പോൾ തൽക്കാലത്തേക്കൊരു ശമനം വന്നാലും പിന്നീട് വീണ്ടും ചിലപ്പോൾ നമുക്ക് സ്റ്റോക്ക് തീരാനും പ്രശ്നങ്ങളിലേക്ക് കടക്കാനും ഇത് വീണ്ടും ഇങ്ങനെ മാറി ഒക്കെ വരാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിനെല്ലാം ഒരു ഉറപ്പായിട്ടുള്ളൊരു മാർഗ്ഗം നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിലേക്കുള്ള ഏകദേശം നല്ലൊരു ശതമാനവും പുറത്തുനിന്നാണ് LPG പ്രത്യേകിച്ച് ഫുള്ളായിട്ട് കൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രശ്നം. അതായത് അവിടെ യുദ്ധം തുടങ്ങി 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ടും പ്രശ്നങ്ങളിലേക്ക് നമ്മൾ വന്നതിൻ്റെ കാരണം പൂർണ്ണമായിട്ടും പുറത്തുള്ളവരെ ആശ്രയിച്ച് തന്നെയാണ് നമ്മളിപ്പോഴും ഈ പവറിൻ്റെ കാര്യത്തിൽ, എനർജിയുടെ കാര്യത്തിൽ നമ്മൾ പോകുന്നതെന്നുള്ളതാണ്. ഇതിനകത്ത് ശരിക്കും മാറ്റം വരേണ്ടതായിട്ടുണ്ട്. ചെറിയ പ്രശ്നം വന്നാൽ പോലും നമ്മൾ പെട്ടുപോകും. അതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ശരി, ഞാൻ ഈ ചാനൽ തുടങ്ങിയ ആ ഒരു കാലം മുതൽ ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, നമ്മളൊരു കുറച്ച് ഓഫ് ഗ്രിഡ് സിസ്റ്റം കൂടി സോളാറിൽ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ സോളാറിനകത്ത് നമുക്ക് അങ്ങനെ ഒരു ഓഫ് ഗ്രിഡ് സിസ്റ്റം ചെയ്ത് വെക്കുകയാണെങ്കിൽ കറണ്ട് ചാർജിൻ്റെ വർധനവോ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള ഒന്നും ഇല്ലാതെ കൊണ്ട്
അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഞാനൊരു പ്രത്യേക സാഹചര്യം ഉണ്ടായാലും നമുക്ക് ഓഫ് ഗ്രിഡ് ഉണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും എന്നൊക്കെ പറഞ്ഞത് അന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണ്. ഇപ്പോൾ ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ച് പറഞ്ഞു നമുക്കൊരു ഓഫ് ഗ്രിഡ് ചെയ്ത് തരാനായിട്ട് പറ്റുമോ, പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് പറ്റുമോ എന്നൊക്കെ എന്നോട് പലരും ചോദിക്കാറുണ്ട്. കാരണം കറണ്ട് ചാർജ് വർധനമില്ലാതെ തന്നെ അവർക്ക് ഈ ഇൻഡക്ഷൻ സ്റ്റവും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ഒത്തിരി ആൾക്കാർ പറഞ്ഞത് ഈ അടുപ്പിൻ്റെ കാര്യം പറഞ്ഞതൊക്കെ തന്നെയാണ്. നമുക്ക് അങ്ങനെ പോയി പെട്ടെന്ന് ചെയ്ത് കൊടുക്കാനൊന്നും ഒരിക്കലും സാധിക്കില്ല. ഇനിയും ഇതുപോലെയുള്ള സാഹചര്യങ്ങളോ ഇതിനെ കഴിഞ്ഞും വലിയ സാഹചര്യങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് ശരിക്കും ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലൊക്കെ ആകുമ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ യുദ്ധത്തിനകത്ത് നമ്മൾ പങ്കാളികളായിട്ടില്ല. അപ്പോൾ ഇന്ത്യനെ പോലും അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഏതെങ്കിലും രീതിയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ക്രൈസിസ് ഇതിനെ കഴിഞ്ഞും വളരെ വലുതായിരിക്കും. അപ്പം ആ ഒരു സാഹചര്യം എല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് വേണം നമ്മൾ എപ്പോഴും മുന്നോട്ട് പോകാനായിട്ട്. നമ്മുടെ പണം പൈസ നമ്മൾ കൊണ്ട് ബാങ്കിൽ ഒത്തിരി പൈസ നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിയുമ്പോൾ പണം എത്ര ബാങ്ക് കിടപ്പുണ്ടെങ്കിലും നമുക്കത് പ്രയോജനപ്പെടില്ല. നമുക്ക് ചോറ് വെക്കണമെങ്കിൽ നമുക്ക് എനർജി വേണം. സാമ്പത്തികം പൈസ മുടക്കി ഇത് ചെയ്യാനായിട്ട് പറ്റുന്ന ആളുകൾ നിങ്ങൾ ഹൈബ്രിഡിലേക്ക് പോകരുത്. എന്തുകൊണ്ടാണ് പോരെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാരണം വെച്ചാൽ ഞാൻ അടുത്തൊരു വീഡിയോയിൽ അത് വിശദമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒരു 3 കിലോവാട്ട് ഓൺ ഗ്രിഡ് ചെയ്യുക, അതിനോടൊപ്പം തന്നെ 3 കിലോവാട്ട് ഓഫ് ഗ്രിഡും ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിരിക്കും. അതായത് 100% സേഫ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പറയാം. എത്ര വലിയൊരു ക്രൈസിസ് ഉണ്ടായാലും നിങ്ങൾക്ക് ഒന്നും പേടിക്കാനായിട്ടില്ല. നിങ്ങളുടെ പാചകത്തിൻ്റെ കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം നടന്നു പോകും അതിനകത്ത്. അപ്പോൾ ഇങ്ങനെ സോളാറിൻ്റെ കാര്യം ഞാൻ പറയുമ്പോൾ പലരും വിചാരിക്കും ഇത് വലിയ സാമ്പത്തികമുള്ള ആൾക്കാർക്കല്ലേ പറ്റത്തുള്ളൂ 3 കിലോവാട്ടൊക്കെ എടുക്കുക എന്ന് പറയുമ്പോൾ. പാവപ്പെട്ട ആൾക്കാർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സംഭവമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അതിനകത്ത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ആരെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ആരെങ്കിലും ഒരാൾ ഒരു സോളാർ മേടിച്ചാൽ അത് എല്ലാവർക്കും പ്രയോജനപ്രദമാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണ്. ഇപ്പോൾ നമുക്ക് എറണാകുളത്തിന് നമുക്ക് പോകണം. നമുക്കൊരു ബസ്സാണ് എറണാകുളത്തിന് പോകാനായിട്ടുള്ളത്. 100 പേര് ഉണ്ടെന്ന് വിചാരിക്കുക. 100 പേരിൽ ഒരു 40 പേർക്ക് കാറുള്ളവരാണെങ്കിൽ ആ 40 പേര് അവർ കാറിന് എറണാകുളത്തിന് പോകുന്നു. ബാക്കി 60 പേര് ആണല്ലോ ഒരു ബസ്സിൽ ഏകദേശം മാക്സിമം കയറാവുന്നത്. അപ്പോൾ 60 പേര് ആ ബസ്സിനകത്തും പോവുകയാണെങ്കിൽ ആ പൈസ ഇല്ലാത്ത, അത് കാറിന് പോകാനായിട്ട് സാമ്പത്തികം ഇല്ലാത്ത ആൾക്കാർക്ക് വളരെ സുഖമായിട്ട് എല്ലാവർക്കും സീറ്റും കിട്ടും. സുഖമായിട്ടിരുന്ന് എറണാകുളത്തിന് അവർക്കും പോകാം. ബാക്കിയുള്ള ഒരു കാറിന് വരുന്ന ആൾക്കാർക്ക് അവർക്കും സുഖമായിട്ട് എറണാകുളത്തിന് എല്ലാവരും ഈ 100 പേരും എറണാകുളത്ത് എത്തുകയും ചെയ്യും. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അതേപക്ഷം ഈ പൈസയുള്ള ആൾക്കാർ കാർ വാങ്ങിക്കാതെ ഇരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ബസ്സിലേക്ക് ഈ പറയുന്ന കാർ വാങ്ങിക്കാത്ത 40 പേരോട് കയറി കഴിയുമ്പോഴത്തേക്കും ഇടിച്ച് കുത്തി അതിനകത്ത് 100 പേര് ഒരു ബസ്സിനകത്ത്. ഇത് എറണാകുളത്തിന് പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു പ്രശ്നം നമുക്ക് ഒഴിവായി പോവുകയാണ്. പൈസയുള്ള ആളുകൾ ഓഫ് ഗ്രിഡൊക്കെ വെച്ചിട്ട് അതിനകത്തേക്ക് മാറി അവർ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നു, സ്വന്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയിലേക്ക് പോയി കഴിയുമ്പോൾ KSEBിക്കും അതുകൊണ്ട് വളരെ നേട്ടമാണ് ഉണ്ടാകുന്നത്. അവർക്ക് ഒരുപാട് കറണ്ട് ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് അല്ലെങ്കിൽ പുറത്തുനിന്ന് കറണ്ട് കൊണ്ടുവരേണ്ടതായിട്ട് വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ സാധാരണക്കാരായിട്ട് ആൾക്കാർക്ക് കറണ്ട് കേട്ടോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതുകൊണ്ട് ആവശ്യമുള്ള കറണ്ട് ലഭ്യമാകുകയും ചെയ്യും. ഈ 4-5 ലക്ഷം രൂപയൊക്കെ മുടക്കി ഇത് മേടിക്കുക എന്ന് പറയുന്നത് നഷ്ടമാണോ ലാഭമാണോ? എപ്പോഴും നമ്മൾ നഷ്ടത്തിൻ്റെ കച്ചവടം അല്ല ലാഭക്കച്ചവടമാണോ എന്ന് മാത്രം നമ്മൾ നോക്കുന്ന സോളാറിനകത്ത്. എന്തുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ നോക്കുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. കാരണം നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ഒരു TV വാങ്ങിക്കുവാണെങ്കിൽ ചിലർ ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പല വീടുകളിൽ ഇരിക്കുന്ന 5 ലക്ഷം രൂപ വിലയുള്ള TV. ഒറ്റ ടിവിയുടെ വില 5 ലക്ഷം രൂപ. അപ്പം 1 കോടി രൂപയൊക്കെ മുടക്കി നമ്മളൊരു വീട് പണിയുന്നു. അതിനകത്ത് നമ്മൾ 5 ലക്ഷം രൂപ മുടക്കി TV മേടിച്ച് വെക്കുന്നു. പക്ഷേ നമ്മളൊരു 5-6 ലക്ഷം രൂപ നമുക്ക് ഈ സോളാർ പാനലിന് വേണ്ടി, അതായത് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ നമുക്ക് നെഞ്ചടിപ്പില്ലാതെ ഈസി ആയിട്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകും നമുക്കൊരു സോളാർ സിസ്റ്റം ഉണ്ടെങ്കിൽ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.